അല്ലേ? നിറച്ച് വണ്ടികൾ. സെറ്റ് വണ്ടികൾക്ക് ആ വെള്ളക്കുപ്പി ഓർമ്മ വെള്ളക്കുപ്പി ഒന്നാണോ? ഒന്നേ ഉള്ളൂ. തിരിച്ചു കൊണ്ടുവരണേ. ആ ഓക്കെ, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈതൽ മലയ്ക്ക് പോവുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കുപ്പി അടക്കം ഇവിടെ എഴുതി വെക്കും. നമ്മൾ വന്നു കഴിഞ്ഞാൽ പൈതൽമലയിൽ നിന്നും അങ്ങനെ കുപ്പി വേസ്റ്റുകൾ ഒന്നും ഇടാൻ സമ്മതിക്കത്തില്ല. പ്ലാസ്റ്റിക് സാധനങ്ങളോ അല്ലാതെ ചില ചവറുകളോ ഒന്നും ഇടാൻ സമ്മതിക്കില്ല. അതെ ആ അതെ ഓക്കെ ഓക്കെ. അപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല ഇവിടെ. അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ നമ്മൾ പാത്രങ്ങളിൽ ഭക്ഷണം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക. അപ്പം വൃത്തിയായി സൂക്ഷിച്ച് നമ്മൾ അതുപോലെ തന്നെ കൊണ്ടുപോവുക. അതാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ നമ്മൾ പൈതൽമലയ്ക്ക് പോവുകയാണ്. പുറകെ നമ്മളുടെ പൈതൽമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മരക്കൊമ്പുകളാണ് മൊത്തം. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി മാസ്, ഒരു രക്ഷയില്ല. ഫുൾ സീനറിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഫുൾ സ്റ്റെപ്പുകളും ഒന്ന് പൊന്നു ഉണ്ടോ, നല്ല നീണ്ടു കിടക്കുകയാണ് വഴികൾ. വേറെ ഒരു സ്ഥലങ്ങൾ, ഒരു വയനാടൊക്കെ പോയതുപോലെ നല്ല അടിപൊളി സ്ഥലമാണ്. കുറേ കാഴ്ചകളെല്ലാം കാണാനുണ്ട് ഇഷ്ടം പോലെ. മരത്തെ വള്ളി കയറി ടൈറ്റായതാണ്.
ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇത്. മറ്റേ ചാരികസാല പോലെ ചാരി കിടക്കാം. കുറേ നടക്കാനുണ്ട് അങ്ങോട്ടേക്ക് ഇനി. നല്ല സ്ഥലം കേട്ടോ. പിന്നെ ഇവിടെ ഒരു 6 മണി ഒരു 8 മണിക്ക് ശേഷമൊന്നും ഇങ്ങോട്ടൊന്നും വരെ കിടക്കില്ല. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ട്. നല്ല ഷോയാ മൊത്തത്തിൽ. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഇറക്കോടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. ഈ വരാൻ സാധ്യതയില്ല. സാറേ ഒരു കയറ്റം കയറുമ്പോൾ ഇറക്കം എന്തായാലും ഉണ്ടാവും. എന്നാൽ ആ കയറ്റത്തിലായിരിക്കും സ്ഥലം. ആണ് എൻ്റെ എത്തിപ്പോയി. ഓൾഗേ നമ്മുടെ സ്ഥലം ഇവിടെ ഗുഹാ തടാകത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആൾക്കാരുണ്ടോ? അപ്പോൾ ഗൈസ് നമ്മുടെ സ്ഥലത്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഇതേ അവിടെയാണ് നമ്മുടെ സൂയിസൈഡ് പോയിൻ്റ് എൻഡ്. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ വശത്താണ്
സൂയിസൈഡ് പോയിൻ്റ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത് കേട്ടോ. നല്ല സ്ഥലമാണ് ഇവിടെ, നല്ല ഫുൾ സീനറി എന്ന് പറഞ്ഞാൽ ഫുൾ സീനറി തന്നെ, ഒരു രക്ഷയില്ല. അതെ, അതുപോലെ അവിടങ്ങളിൽ കണ്ടോ ഫുൾ നിരപ്പ് പച്ച പുല്ലാണ്, പച്ചപ്പ്. നല്ല അടിപൊളി സ്ഥലം. ഇവിടെ പിള്ളേരെ കിടന്നിപ്പുണ്ട്, 4-5 ആൾക്കാരുണ്ട് അവിടെ. ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റ്, ഒരു രക്ഷയില്ല. അല്ല, ഒരു തവണയൊക്കെ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങോട്ടൊക്കെ ഇറങ്ങുക. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു ലെവലാണ്, വേറെ ലെവൽ എന്നൊക്കെ അറിയില്ലേ, അതുപോലെ സ്ഥലം. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. സാർ പോ സാർ. ഫുൾ പച്ചപ്പല്ലേ കാണുന്നേ, കിടന്നുകൂടെ അവിടെ? കാപ്പയുടെ സൈഡ് കാണാൻ അപ്പം അവിടുന്ന് അപ്പുറത്തേക്ക് സൂര്യോദയമൊക്കെ ഇല്ലേ, അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ
ഞാൻ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ. ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ. ഫ്രണ്ടിൽ നിന്നതാ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? എടാ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് അപ്പോൾ നമ്മുടെ സൂയിസൈഡ് പോയിൻ്റ് തൊട്ട് താഴെ കാണുന്നതാണ് കണ്ടോ. അവിടെ അങ്ങോട്ടേക്കാണ് സൂയിസൈഡ് പോയിൻ്റ് ഇറക്കം ഇറക്കുന്ന ഭാഗം. പക്ഷേ അവിടെ നിറച്ച് കോടയാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനാൽ നമ്മളോട് തിരിച്ചു പോവുകയാണ്. ഫുൾ സെറ്റ് സ്ഥലമാണ്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി മഞ്ഞാണ്, മുഴുവൻ കോട കയറി കിടക്കണം മൊത്തത്തിലൂടെ. കാണാൻ കഴിയും, കണ്ടില്ലേ? ഫുൾ സെറ്റ് സ്ഥലം, ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല, ഒരു രക്ഷയും. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നതിന് വരെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറം കാണുന്ന കുഞ്ഞ് ബെല്ലിക്കണിനെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് തൊട്ട് താഴെ കാണുന്നിടത്താണെന്ന് സൂയിസൈഡ് പോയിൻ്റ്. പക്ഷേ നമുക്കവിടെ പോകാൻ പറ്റത്തില്ല, മുഴുവൻ കോട കയറി കിടക്കുന്നുണ്ട്. നമുക്കങ്ങോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതിനാൽ നമ്മളോട് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറം കാണുന്ന കുഞ്ഞ് ബെല്ലിക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ ഞങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ. ആരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ നമ്മളൊന്ന് മടക്കുമായി കേട്ടോ, തിരിച്ചു പോവുകയാണ്. നിറച്ച് കോട കയറിയാണ് ഇവിടെ. അപ്പോൾ കേസ് ഇവിടെ ആനപ്പിണ്ടാവുന്നു കാണുന്നത്. അപ്പോൾ കേസ് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ വരുന്ന വഴിക്കൊരു ആനപ്പിണ്ടം കണ്ടു. ആനപ്പിണ്ടമാണോ അതോ പശുവിൻ്റെ പിണ്ടമാണോ എന്ന് അറിയത്തില്ല. കണ്ടിട്ടൊരു ആനപ്പിണ്ടം നമ്മൾ തോന്നി, അതാണ് നമ്മൾ ആനപ്പിണ്ടമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. രാത്രിയിലൊക്കെ ഇവിടെ ആനയൊക്കെ വെക്കുന്ന സ്ഥലങ്ങളാണ്. നിറച്ച് കോടയാണ്, ഒരു രക്ഷയില്ല. കണ്ടോ, ഇവിടെ എല്ലാം കോട കയറി. നമ്മൾ വന്ന വഴിയാണിത്. കോട കയറിയിട്ട് മൊത്തം അടഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടേക്കെല്ലാം. നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്, നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ പൈതന്മലയോട് തൽക്കാലം വിട പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.